ആരാണ് അമ്മി അമ്മി എന്ത് ചെയ്യും? എങ്ങനെ പറഞ്ഞു ഇവിടെ പോവാ ഞാൻ അവൻ്റെ പുറകെ ഓടി ഓടി കുഴഞ്ഞ്. എന്തുവാ പിന്നെ അടുത്ത് വേണം ഓ കൊമ്പൊടിയും കേട്ടോ. മുറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അയ്യോ എന്തോ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ചൂടല്ലേ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് വന്ന് ഇവിടെ ഇറങ്ങി. സത്യം പറയാം ഇവിടെ നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. എവിടെ ഇരിക്കുന്നു? ഇതിനകത്താണോ? ആ കുറച്ച് മ്ലാവ് നിൽക്കുന്നുണ്ടോ? അപ്പയോ? അപ്പയല്ല മഞ്ഞ മ്ലാവ്. ഇയാൾ പൊന്നാച്ചനെല്ലാം കാണണം കേട്ടോ. ഓരോന്നിൻ്റെ അടുത്തെത്തുമ്പോൾ ഓടി വരും. പപ്പ എന്നാ എടുക്കാൻ വേണ്ടി പൊക്കി കാണിക്കാൻ വേണ്ടി. എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ അടുത്ത് ഓട്ടോ ഇങ്ങോട്ട് പോകന്നെ. സിംഹം കടുവ. അവിടെ സിംഹം കടുവ അവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? കൊറേ ഉണ്ടല്ലോ. ഇറങ്ങിയാ പോവോ? എനിക്ക് സിംഹത്തിനെ ഇഷ്ടമാണ്. ഇത് മറ്റേ ബദാമിൻ്റെ ഇല്ലല്ലേ? ആണ്. ഇവർക്ക് ഫുഡിനൊക്കെ ഭയങ്കര ഇതായിരിക്കും എല്ലാത്തിനും. അതുപോലെ അത് പുല്ല കേട്ടോ. അത് പുല്ലും ഇത് ബദാമിൻ്റെ ഇലയും. ഫുഡിനൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് സമയമല്ലേ? ചൂട് സമയമാകുമ്പോൾ പക്ഷേ ഏതാണ്ട് ഈ ഏരിയയിലേ ഉള്ളൂ പുല്ലില്ലാത്ത. മൊത്തം അവർ കഴിക്കുന്നത്. അപ്പുറം നോക്ക്, ആ വേലിക്കപ്പുറം നോക്ക്. വേലിക്കപ്പുറത്ത് ഇഷ്ടംപോലെ പുല്ലുണ്ട് കേട്ടോ. ഇവിടെ മുളച്ച് വരുമ്പോൾ കഴിക്കുന്നത് ബദാം അങ്ങനെ അത്ര വേലിയിട്ടിരിക്കുന്ന ഇവരങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. മനസ്സിലാകുന്നുണ്ടോ? ഇവരങ്ങോട്ട് കയറി അതിൻ്റെ തൊലിയൊക്കെ കടിച്ച് അത് നശിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് അത് വേലി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവർക്കുള്ള വെള്ളം ഇതല്ല. ഇത് പെണ്ണല്ല ആക്ച്വലി, ഈ കൊമ്പില്ലാത്തത്. എനിക്ക് വലുതായിട്ട് അറിയില്ല. കൊമ്പുള്ളത് കൊണ്ട് അവിടെ ഉണ്ട്. പക്ഷെ തോനെയും കൊമ്പില്ലാത്ത. ബാബാ അതാ പിടിക്കും. കൊമ്പുള്ളത് ഉണ്ട്. കൊമ്പുള്ള ഇവിടെ എവിടെയോ
കടുവയും സിംഹവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. എവിടാന്ന് അറിയത്തില്ല, നോക്കട്ടെ. അവിടെ എന്തോ ഒരു കൂടിൻ്റെ സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്, അവിടെ ആയിരിക്കാം. ഭയങ്കര സംഭവം. തന്നെ കൈ പിടിക്കല്ലേ, തന്നെ നടക്കണം. എന്താ നമ്മളെ ഫോണ് മേടിച്ച് നടപ്പായിരുന്നു. ഓട്ടം കണ്ടോ? ഇതാണ് സംഭവം. ഓ കൊള്ളാലോ, വെള്ള കളർ. ഇവിടെ വെള്ള കളറിലെ കുറെ മാനുണ്ട്. അയ്യോ, ഇതുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു മാനിനെ കാണുന്നത്, വെള്ള കളർ. അതുകൊണ്ട് ഞങ്ങള് എന്താ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത്. ഇത് കൊണ്ടിട്ട് പോയതെന്ന് തോന്നുന്നു. അവർ നടന്നങ്ങ് പോയി. ഇതിനകത്തും കുറേ മാനുണ്ട്. ഇത് ഈ കളർ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അച്ചൻകോവിൽ പോകുമ്പോഴും തമിഴ്നാട് ആ ഒരു ഏരിയയിലൊക്കെ പോകുമ്പം കാണാറുണ്ട്. ഒരു കടിക്കുന്ന പ്ലാവിലയാണ്, നമ്മുടെ നാട്ടിലെ ആട് കഴിക്കുന്ന പോലെ. ഇതിനകത്ത് പക്ഷെ കാട്ടുപോത്തുന്നാണല്ലോ ഇവിടെ എഴുതിയേക്കുന്നത്. കാട്ടിയല്ലേ ഒറിജിനല്? കാട്ടിയല്ലേ? കാട്ടുപോത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് കാട്ടി എന്നാണ് അറിയപ്പെടുന്നത്. കാട്ടുപോത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാട്ടുപോത്ത് എന്നൊരു സാധനം ഇല്ല. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കാട്ടുപോത്തുണ്ട്. അതുപോലെ കാട്ടുപോത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഷേപ്പ് ഇതല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നവരുടെ ചോദിച്ചാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. പക്ഷെ ഇത് ശരിക്കും കാട്ടുപോത്തല്ല. നടക്കാമോ? ജീവിത കാലയളവ് 30 വർഷമോ? അത്രേ ഉള്ളൂ. മണ്ടയ്ക്കൊന്നൊക്കെ വേണ്ട, വെള്ളം പോകുന്നുണ്ട്. ഇട്ടേക്കുമായിരിക്കും. ചൂട് സമയമില്ലേ, അതിനെ നനയാൻ വേണ്ടിയാണോ അതോ ലീക്കായിരിക്കത്തില്ല, നനയാൻ വേണ്ടി. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? പോത്തിന് വെള്ളവും തണുപ്പൊക്കെ വേണ്ട. നോക്ക്, ഇതെല്ലാം കഴിക്കണം. മാനായാലും ഈ കാട്ടുപോത്തല്ലോ, കാട്ടിയായാലും പ്ലാവിലയില്ലേ അതാ കഴിക്കുന്നത്. വേറെ കഴിക്കാതിരിക്കാം. നോർമലി നമ്മളിവിടെ ആട് കഴിക്കുന്നത് ഇവരിത് കഴിക്കുന്നുണ്ട്. ശരിയാ. എനിക്കൊന്നും അപ്പം ചെറുപ്പത്തിന് ഇങ്ങനെ ശീലിപ്പിക്കുന്നതായിരിക്കും അല്ലേ?
അല്ലേ? അല്ലെങ്കിൽ അത് കഴിക്കുമോ? ചെറുപ്പത്തിലെ ശീലിപ്പിക്കുന്നതിൻ്റെ അല്ല. ഇവിടെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ ഫുഡില്ലല്ലോ. അവർ കൊടുക്കുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റൂ. അല്ല അങ്ങനെ കഴിക്കുമോ? ആ കഴിച്ചല്ലേ പറ്റൂ, വേറെ ഫുഡില്ലല്ലോ ഇവർക്ക് ഇവിടെ. ഇത് കാട്ടിൽ കിടക്കുന്ന സാധനമാണെങ്കിൽ കാട്ടിലാണെങ്കിൽ സീനില്ല, മനസ്സിലായി. കാട്ടിലാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അവർ കൊടുക്കുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റും. തങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. വരൂ. ഹലോ ഗൈസ്, കം ഗൈസ്. ഓ അങ്ങനെ നിൽക്കുവാ, ഇനി വരത്തില്ല. കണ്ടോരണോ? ഇതാണോ പുള്ളിമാൻ? ഇന്നാണ് പുള്ളിമാൻ. പുള്ളിമാൻ ഇത് എവിടെ? എങ്ങോട്ടാ? ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങടാ. ഇറങ്ങി രാവിലെ ഉണ്ട്. വേറെന്തോ ഒരു ലീഫുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇത് മാൻ തന്നെ. അതിൻ്റെ ഏതൊരു സംഭവം നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ബോർഡൊക്കെ വായിക്കുന്നുണ്ട്. ആ ചേച്ചി നിന്നെ ഓടിക്കും ആ പൈപ്പിൽ കയറി പിടിക്കുന്നതിന്. ചേച്ചി വഴക്കുറി. ഇങ്ങോട്ട് വാ പിന്നെ. ചായയാന്ന് തോന്നുന്നു, വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ചായയൊക്കെ ഉണ്ട്. തണുത്ത വെള്ളം കിട്ടിക്കൊള്ളായിരുന്നു. എന്താണ് കാർണിവോറ ഇൻറ്റഗ്രേഷൻ സെൻറ്റർ. ചായ വേണോ? ചായ വെള്ളം വേണോ? വെള്ളം മുട്ടായി ഇങ്ങോ മറിഞ്ഞു വീഴും. പൊന്നെങ്ങോന്ന് ഡാടാ കല്ലെടുക്കുന്നു കാക്കേറിയാനെ. പപ്സ് മേടിക്കും. ഇത്രയും മാനയും പോത്തിനെയും കണ്ട നിനക്ക് കാക്ക മാത്രമേ കണ്ടുള്ളതാണ്. എന്താ നടന്നു പറഞ്ഞിട്ട് എന്താ? നമ്മളാ സിംഹത്തിനെ കണ്ടില്ലേ, അതിന്റെ മേൽഭാഗം അത്. ഇവൻ സീനാ പ്ലേസ് ഉണ്ട്. സീനോട് സീൻ. നടന്നു പോത്തർക്കടെ വണ്ടി ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലത്തെ വണ്ടി പോയാൽ മതിയായിരുന്നു. സിംഹത്തിനെ കാണാം. ഇവിടുത്തെ സിംഹമൊക്കെ ഉള്ളതായിരുന്നു നേരത്തെ. ആ ദോ കിടക്കുന്നുണ്ട് എന്തോ. ഇവിടെ ഉള്ളതായിരുന്നു. അവിടെ കിടപ്പുണ്ട്.
കടു എന്തൊരു കടുവട. ടൈഗർ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റിലാണ്. അപ്പോൾ ആരും ഒരു ആക്റ്റീവ് അല്ല. ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ഇവിടെ ഒരു സിംഹം കിടപ്പുണ്ട്. പുള്ളിക്കാരിയാണിത് കേട്ടോ. ഭയങ്കര ഉറക്കം. ഒരു സിംഹം കിടക്കുന്നുണ്ടോ? പിള്ളേരെ കിടന്നുറങ്ങുന്ന പോലെ. വയറൊക്കെ നല്ല വീർത്തിരിക്കും. നല്ല ഫുഡൊക്കെ അടിച്ചിട്ടേ റെസ്റ്റ് ടൈമാണ്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നല്ല റെസ്റ്റിലാണ്. ആരും ആക്റ്റീവല്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുക. പിന്നെ ഇനി വണ്ടിക്കകത്ത് വരുന്നവർക്ക് വേണമെങ്കിൽ വരാം. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നിടത്ത് അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവിടും. അതിനെക്കാട്ടികൾ നമ്മുടെ പെണ്ണ് ഒന്ന് ഉണർന്നു കേട്ടോ. ഡേ ഓ എൻ്റെ കയ്യിലങ്ങനെ കിട്ടിയാൽ എന്താ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും മയക്കത്തില്ല. ആരും ഒരു ആക്റ്റീവല്ല. എന്നെ ഇവിടെ ആക്കിയിട്ട് ഒക്കെ എവിടെയോ പോയി ഗൈസ്. പിന്നെ ഇങ്ങോട്ട് പോവാം. അവിടെ നിന്നാണ് വെള്ളം കുഴഞ്ഞില്ലേ നടന്ന്. ഇവിടുന്ന് എഴുതാനാ നമുക്ക് ഇവിടെ എവിടെ കണ്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. വെള്ളം ഇടുന്നത് അത് ലോക്ക് ചെയ്തോ? പൊന്നെ എങ്ങോട്ടോ ഗൈസ്. എടേ അക്കു, അപ്പുറത്ത് വെള്ളം കിട്ടുന്നവരുണ്ട്. മോൻ കഴുകാനാ. അപ്പോൾ അക്കു മോൻ കഴുകാൻ പോയി. അവനും അക്കുവിൻ്റെ കൂടെ പോയി നിൽക്കുന്നുണ്ട്. ഇവിടെ അക്കുവിൻ്റെ കയ്യിലായിരുന്നു. അക്കുവാണ് ഇത്ര നേരം വീഡിയോ എടുത്തത്. എന്തൊക്കെയാണോ ഏതാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഓക്കെ ഗൈസ്, ഇവിടെ കുറേ മാനുണ്ട് കേട്ടോ. പുള്ളിമാൻ. നമ്മളിത് അപ്പുറ സൈഡിൽ കൂടെ വന്ന് കണ്ട മാൻ തന്നെ. നമ്മളിത് ആ വഴിയാണ് വന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ അതിലേ കയറി ഇതിലേ വരും, അത്രേ ഉള്ളൂ. അക്കുവിന് ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര ഹെവി ചൂടാണ് ഇവിടെ. നമ്മൾ വണ്ടി വന്നപ്പോഴും ഒട്ടും വയ്യായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂവ് കഴിയുന്നുണ്ട്. ഇപ്പോഴും പോയി മൂവ് കഴിയിട്ട് വരിക. വെള്ളം കുടിച്ചാൽ കൊള്ളുന്നുണ്ട്. ഇവിടെ വെള്ളം അപ്പുറത്തൊരു ക്യാൻറ്റീനോ വെള്ളത്തിൻ്റെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി ഇനി വെള്ളം കുടിക്കണം. ഇതെന്താ സംഭവം എന്നറിയത്തില്ല. ഏതാ? അല്ല, ഇതിൽ തന്നെ പോകുന്നത്. ഇത് സംഭവം എന്താണെന്ന് അറിയാം. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മളാ സമയത്ത് നമ്മുടെ മുന്നേ വരണമെന്നില്ല. എന്താണാവോ. ഇവിടെ എന്തോ സംഭവം ഉണ്ട്. ഇവിടെ ആക്ച്വലി എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഇവിടെ ടൈഗറാണ് കേട്ടോ. മറ്റേ വെള്ളക്കടുവ. അത് തന്നെ വെള്ളക്കടുവ. വെള്ളത്തിലാണോ? ഓ അത് തന്നെ. യെസ്. ഇതൊന്നും അല്ലടി സൈസ്. കടുവൊക്കെ ഇതിനെക്കാട്ടി നല്ല നല്ല ചിമ്മിട്ട് സൈസാണ്. വെള്ളക്കടുവ എന്ന് പറയട്ടോ. പക്ഷേ ഇത് വൈറ്റ് ടൈഗർ അല്ല കേട്ടോ. പിന്നെ ടൈഗർ. ടൈഗർ. ഓ ഇത് ഒരുമാതിരി വയറൊക്കെ ഒട്ടിക്കിടക്കുന്ന റൈറ്റ് കേട്ടോ. ഇതൊന്നും അല്ല. നമ്മളന്ന് മറ്റേ ഹൈദരാബാദ് പോയപ്പോൾ കണ്ടില്ലേ? ഹൈദരാബാദ് പോയപ്പോൾ കണ്ടത് ഇത് നല്ല കിഡിലും ടൈഗറല്ല. ഇതെല്ലാം നല്ല ഹൈറ്റും നല്ല സൈസും. ഇതിൻ്റെ വയറൊക്കെ കണ്ടോ ഒരുമാതിരി ഒട്ടി. മൂത്രം പിടിച്ചു. തല കൊണ്ടിടിച്ച് നമ്മളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇവനെ എടുത്തോ. എന്നാ പോക്കണേ. ഇവന് അഹങ്കാരം കാണിക്കുന്ന നോക്ക്. വാ
ടൈഗർ ചൂടായിട്ടേ വെള്ളത്തിലിറങ്ങിയിട്ട് കയറി പോവാ കേട്ടോ. ബാ പൊന്ന പൊന്ന എന്തോ പറ്റി? ഇപ്പൊ വിഷമം കാണിക്കും. പൊന്ന എന്തോ പറ്റി? എന്തോ ആക്കും എൻ്റെ കുഞ്ഞിനെ ചെയ്ത? അയ്യോ ഇയാള് തല കൊണ്ട് ഈ കമ്പിക്കകത്ത് തന്നെ ഇടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൈഗറിനെ എല്ലാം കണ്ടു കഴിഞ്ഞു. അവിടെ നേരെ അങ്ങോട്ട് പോവാണ്. ടൈഗർ, വൈറ്റ് ടൈഗർ, തവിട്ട് ടൈഗർ, പൂച്ച ഡിസൈൻ്റെ ടൈഗർ, അങ്ങനെ കുറേ കണ്ടു. അപ്പോൾ അവിടെ ഞങ്ങൾ മുന്നോട്ട് പോവാം. ഇവിടെ എന്താ സംഭവം എന്നുള്ള അറിയത്തില്ല. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. കുറുക്കനാണോ? എന്താ സംഭവം എന്നറിയില്ല. ആ മൂലയ്ക്ക് എന്തോ ഒരു ഐറ്റം കിടപ്പുണ്ട്. എന്താണെന്നുള്ളതാണ്. ഓണ്ടിങ്ങോ കുറുക്കനാണോ? എന്താ സംഭവം? ആണ്ടേ ഉണ്ടോ? ഉണ്ടോ? കുറുക്കൻ കുറുക്കൻ ഉണ്ടോ? ടൈഗർ വരുന്ന വാടാ ഇങ്ങോട്ട്. വാ 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 വാ. എന്ത് ചെയ്യാനാണല്ലേ, ഇതാണ് അവസ്ഥ. മറ്റേ ഇതായിരുന്നു കേട്ടോ, കുറുക്കനല്ലായിരുന്നത്, കഴുതപ്പുലി. പക്ഷെ അതിനെ ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അതെന്തുവാടേ? അതാണോ കുറുക്കൻ? അത് കുറുക്കൻ കുറുക്കന്നുണ്ടേ. നീങ്ങോ ഇത് പിടി. വാ ഞാനും നോക്കോളാം. ആണ് കുറുക്കൻ. കുത്തിവെപ്പ് എടുക്കുവാണോ? എന്തോ എടുക്കുമോ സംഭവം? ആ മാന്തുന്നുണ്ടോ? ഗൈസ് ഇതാണ് കുറുക്കൻ. നിന്നെ കൊണ്ട് ഇനി ഒരു സ്ഥലത്ത് പോത്തില്ലല്ലോ. കൂടെ കുറുക്കൻ ഇപ്പോൾ കണ്ടായിരുന്നു, ഓടിപ്പോയി. അതെങ്ങനെ കുട്ടി പറഞ്ഞു? കളിക്കാൻ തോന്നുന്നു. ഇതിൽ കൂടെ പോന്ന് കുറുക്കനല്ലേ ചേട്ടാ? കുറുക്കനല്ല, മറ്റേ കുറുക്കൻ ഇനി അങ്ങോട്ട് സൈസുണ്ട്. കുറുക്കൻ ഇതിനെക്കാട്ട് സൈസുണ്ട്. കുറുനരി. ആ കുറുനരി മാഷി എന്നാ കുറുനരി മാഷി. ഞാൻ കിടന്ന് ആനന്ദ എൻ്റെ പേരെ വീട്ടെ. ആ കുറുനരി മാഷി. വിളി വിളി ബാ ബാ വിളിച്ച
കം 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 കം. പതിനാറ് വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. ഹായ് ഹായ്. പട്ടിയല്ലടാ പറഞ്ഞത്, കുറുനരി. ഇങ്ങനെ കാർട്ടൂൺ എടുത്ത് കാണിച്ചാലേ എനിക്ക് പറ്റത്തുള്ളൂ. ഇത് ഇവിടുത്തെ സൂവിൻ്റെ ഹോസ്പിറ്റലാണ്. ഇവിടെ കുറേ ഇവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെയാണെന്ന് തോന്നുന്നു. അവർ കുറുനരിക്ക് എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു. 2 തവണ കൂട്ടിലുണ്ട്, കുറേ എണ്ണം വെളിയിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അക്കുവിനും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഹൗസ് യുവർ എക്സ്പീരിയൻസ് ടുഡേ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോവാ ഗൈസ്. ഒരു ഇഞ്ചക്ഷൻ വെച്ച് അകത്തെന്തോ ഉണ്ട്. വീടാന്നോ? അല്ല, അകത്തെന്തോ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പ് നമുക്കിപ്പോൾ നോക്കണ്ട, നമുക്ക് പോവാം. ഈ പേരറിയില്ല, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. മക്കാവ് തൊത്ത. ഇതിനകത്ത് ഫുള്ള് കിളികളുണ്ട്. എലാക്കൂസ് പാരറ്റ്. ഇതിനകത്ത് കുറേ കിളികളുണ്ട്. കണ്ട 60 FPS ആണ് എടുത്തത്. അതെ, അത് ഇപ്പം സൂം ഔട്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോ ഓപ്പൺ പ്ലേ ആക്കി. നമ്മളെ അങ്ങനെ രാജവമ്പലയൊക്കെ കയറി കണ്ടിട്ട് വരട്ടെ. പെരുമ്പാമ്പ് എന്തായിരിക്കുന്നു? തല ചിലപ്പം മേളിൽ കാണും പെരുമ്പാമ്പിൻ്റെ. തല ഒന്ന് എടുത്ത് കാണിക്കൂ ഇങ്ങനെ. ആ ഐറ്റം മൂർക്കൻ കിടക്കുന്നു. പിന്നെ അതുകൊണ്ട് ഓ കണ്ടോ കരയാമ. കാട്ടുപാമ്പ്. Where is the കാട്ടുപാമ്പ്? ഇരുതല മൂരി, അതായത് ഈ 2 സൈഡിലും തല വരുന്ന അവിടെ ആയിരിക്കും. അതില്ല. നക്ഷത്രാമ.
ഇത് മറ്റേ ചേരയാന്ന് തോന്നുന്നല്ലോ. ആ ചേര. ആ ഇത് മറ്റേ ചേരയാ. തല മാത്രമാണ് ചേര. ആ ദേ കിടക്കുന്നു മണ്ണുലിപ്പാമ്പ്. പക്ഷെ അറിയത്തില്ല അല്ലേ മണ്ണിനകത്ത് കിടന്ന പെരുമ്പാമ്പ്. മൂർഖൻ. സൈസ് നോക്ക്. രണ്ടൊന്നുമല്ല, ഇവിടെ തന്നെ രണ്ടെണ്ണം ഉണ്ട്. അവിടെ തന്നെ 3. എന്ത് സൈസ് അതില്ല. എൻ്റെ കയ്യിൽ നിന്ന് കടി കിട്ടിയ ആ ഇത് വലിയ കുഴപ്പമില്ല. പക്ഷെ സീനാണല്ലേ. അണലിനകത്തുണ്ടോ നോക്കാം. അവള പത്തിയൊന്നും വൃത്തിയാക്കി. ഇതെന്തോ സൈസ് അത്. ആ അതേ എടുക്കുന്ന 4 എണ്ണം ഉണ്ട്. ഇവർക്ക് പത്തിയൊന്നും എടുത്തിയായിരുന്നു കൊള്ളായിരുന്നു. ഇതെന്തോടെ ആ ഇത് ചേര. ഇത് തന്നെയാണ് അപ്പുറത്ത് കിടന്നത് ചേര. മറ്റേ നേരത്തെ ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. മറ്റേ ഏതാ അത് കൊള്ളാം. എവിടെ നേരത്തെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, കിങ് കോബ്രയൊക്കെ ഉണ്ടായി. ഇതിനകത്തായിരിക്കും ഇല്ലയോ? പെരുമ്പാമ്പ് എന്ത് ചെയ്യും? എന്താ പറ്റി? മുറിഞ്ഞോ? അത് കുഴപ്പമില്ല. എന്താ കാറ്റുണ്ട്. ആ ഇവിടെ നല്ല പ്രശ്നം
ഗൈസ് ഞങ്ങളിവിടെ ഈ പാമ്പിൻ്റെ ഒക്കെ എനിക്ക് ഇതിനകത്ത് മറ്റേ കിങ് കോബ്രയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ അക്കു എന്നെ ബാക്കിലോട്ട് വിളിച്ചു. എന്നിട്ട് സംഭവമാണ് AC ഇരിക്കുന്നത്, നല്ല കാറ്റ്, തീർത്ത് നാശമായിട്ട് നിൽക്കുക. വാ നമുക്ക് നിന്നിട്ട് കാര്യമില്ല, വാ പോവാം. അപ്പം ഞങ്ങൾ പെരുമ്പാമ്പിനെയൊക്കെ ഉണ്ട്. ഇതോ ഇരിക്കുന്നു അത് പെരുമ്പാമ്പ്. ഇതെന്ത് സംഭവം? ഗ്രീൻ അനാക്കോണ്ട. അത് അവിടെ കിടക്കുന്ന അനാക്കോണ്ട. ഇത് ചെറുത്, അവൻ കണ്ടില്ല, കുഞ്ഞിനെ കാണിച്ചേ. സൈസ് ഇതാണ് ഗ്രീൻ അനാക്കോണ്ട എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. കുറച്ച് ബിഗ് സൈസായിട്ട് തോന്നുന്നത് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല. പക്ഷെ എന്തായാലും അതാണ്ടേ നമ്മുടെ സാധനം കിങ് കോബ്ര രാജവമ്പാല. ഇതാണ് വിഷയം. നീർപ്പാമ്പ് എല്ലാവരും ഇച്ചിരി സേഫായിട്ടിരിക്കുക. നാഗത്താൻ പാമ്പ്. മരയൻ ചുരുട്ട. അയ്യോ കൊള്ളാലിയ സെറ്റപ്പ് ഉണ്ടേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പാമ്പിനെയൊക്കെ കണ്ടിട്ടു. ഇനി പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് പോയാൽ മതി. കേട്ടോ അമ്മ ടൈമർ വെച്ച് ഫോട്ടോ എടുത്തിട്ടാണ് ഓടിപ്പോയിരുന്നപ്പോൾ ഒരുത്തനെ അടുക്കള നടന്നു പോയി. ആ ഫ്രണ്ടിൽ പോയ വേട്ടാവിളി. ഗൈസ് ഞങ്ങൾ പാമ്പിൻ്റെ അവിടെ കയറിയിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ വെളിയിലോട്ട് പോയി വെള്ളം എന്തെങ്കിലും കുടിക്കണം മെയിനായിട്ടും. എന്നാ പറഞ്ഞ ഹായ് പറ. എന്നാ പിടി. സത്യം പറഞ്ഞാൽ കുഴഞ്ഞു വൈകിയ ഉച്ചയ്ക്ക് നമ്മളെല്ലാം കഴിച്ചോടെ. ചോറ് ഊണ് കഴിച്ച മറന്നു പോയോ? കഴിച്ചായിരുന്നില്ലേ? ഞങ്ങൾ മറന്നു പോയി. ഒന്നും ആവുന്നില്ല കഴിച്ചിട്ടൊന്നും. ഇപ്പം എന്താ വായി വെക്കുന്നത്? നോക്കി. ഓ ഇവിടുത്തെ മൃഗങ്ങൾ ഒന്നിങ്ങ് നോക്കിയാണ്ടേ. പാമ്പും കഴിഞ്ഞിപ്പം നമുക്ക് പോവാം. വെള്ളം കുടിക്കണം. ഇതാണ് എൻ്റെ ഭർത്താവ് ഷൊണ്ണ. പറ ഇതെൻ്റെ കാര്യം വന്നു. യെസ് ഗൈസ് നമ്മൾ അങ്ങനെ മ്യൂസിയത്തിൽ വന്നു. മ്യൂസിയത്തിൽ നിന്ന് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകാൻ ഇവിടെ നിന്ന് നല്ലൊരു വണ്ടി ഓടിയുണ്ട്. പിന്നെ തിരിച്ചങ്ങോട്ട് ഈ സമയമായതുകൊണ്ട് വെയിലും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നൈസായിട്ട് പോകാൻ പറ്റും. വേറെ കുഴപ്പമില്ല. ഇനി മെയിനായിട്ട് പുറത്ത് വെച്ചിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് നേരെ വിടണം. അതുപോലെ സംഭവമൊന്നുമില്ല, എന്നാലും ഇവിടുത്തേക്ക് ജീവനുള്ളതൊന്നുമല്ല. ഇവിടുത്തെ കുറച്ച് നമ്മൾ സ്നേക്കിൻ്റെ അവിടെ കാണാനായിട്ട് വരുമ്പോഴേ കുറച്ച് സംഭവം കുറേ വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കണം. അതായത് പാമ്പിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ പോകണ്ട. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പോയി വെള്ളം കുടിക്കണം. ഇപ്പോൾ സമയം ഒത്തിരി ആയി ഗൈസ്. നാളെ എനിക്ക് രാവിലെ ജോലിക്ക് പോകണം. ഇപ്പം തന്നെ വൈകിട്ടായി. ഇനി ഞാൻ ഇവിടെ നിന്ന് വേണം
നാളെ അല്ല ഇവിടുന്ന് പോയിട്ട് വേണം, വീട്ടിൽ പോയിട്ട് വേണം കിടന്നുറങ്ങിയിട്ട് രാവിലെ പോകാൻ. ഒത്തിരി സമയമാവും. നമ്മുടെ ഉറക്കം ക്ലിയർ ആയില്ലെങ്കിൽ പിറ്റേ ദിവസം ജോലി ചെയ്യേണ്ടതല്ലേ, ഉറക്കം തൂങ്ങി അവിടെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നു. എല്ലാം കഴിഞ്ഞു. അതിൽ കൂടെ അല്ലേ നമ്മൾ പോയേ? ആ അതിൽ കൂടെ പോയി ഇതിൽ കൂടെ വന്നു. ആർട്ട് ഗാലറി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അവരവിടെ സെർച്ച് ചെയ്യും. വെള്ളത്തിൻ്റെ ഫോട്ടോ എന്നല്ല പറഞ്ഞു കൊടുത്ത് അവരവിടെ സെർച്ച് ചെയ്യുന്നത്. ഇതൊരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാവോ? ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്ക്. ഐസ്ക്രീം ഒക്കെ വെളിയിൽ നിന്ന് വെള്ളം കുടിക്കണം. മതി. ഇവനെ മേടിച്ചു കൊടുക്കും. ഇവനൊന്ന് തൃപ്തിയാവട്ടെ. മേടിക്കട്ടെ. ഈ ബാഗ് ഒന്ന് പിടിയാൻ എടുക്കട്ടെ. പോക്ക് എന്താ പൈസ എന്നെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. ഇയാൾ നല്ല പുള്ളിയാണ് വിചാരം. എനിക്കറിയത്തുള്ളൂ. അയ്യോ കുഞ്ഞിനെ നാണ്ട പൊക്കിക്കൊണ്ട് പോകുന്നു. അയ്യോ പാമ്പേഴ്സ് കാണാം. പിന്നെ എന്നാച്ചി ഏയ് ഇവിടെ പിന്നെ കുറേ ഗാർഡൻ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. തോട്ട് ആന. സത്യം പറഞ്ഞാൽ ഒരു മിനറൽ വാട്ടർ പോലും അതിനകത്തില്ല. ചായ, പിന്നെ കട്ട്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഐസ്ക്രീം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2-3 എടുത്ത് വെച്ചിട്ടും മിനറൽ വാട്ടർ കിട്ടിയില്ല. സത്യം പറഞ്ഞിട്ട് വയ്യ, ക്ഷീണിച്ച്. ഞാൻ ഓർത്തിട്ട് പറയാൻ വയ്യ. അയ്യോ കുഴഞ്ഞെന്ന് വെച്ചാൽ കുഴഞ്ഞ്. നമ്മൾ വെളിയിറങ്ങി. ഞങ്ങൾ വെള്ളം കുടിക്കണം, റെസ്റ്റ് ചെയ്യണം. ഞങ്ങളങ്ങനെ മ്യൂസിയത്തിൽ ഇറങ്ങി. അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. കുഞ്ഞുറങ്ങി, അവൻ്റെ ഡ്രസ്സൊന്ന് മാറി. ഞങ്ങൾ ഒരു മറ്റേ 5 ലിറ്ററിൻ്റെ വെള്ളമില്ലേ വലുത്, വലിയ ക്യാൻ പോലുള്ള, അതൊരെണ്ണം വാങ്ങി വണ്ടിക്കകത്തിട്ടിരുന്നു. തിരിച്ചു വന്നപ്പോൾ വെള്ളമില്ല. നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയത്തിൻ്റെ അതിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ വെച്ച് വണ്ടി വെച്ചിട്ട് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയില്ല. ഗൈസ് ആരോ ചൂണ്ടി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കടയിൽ വന്ന് ഇവിടെ വന്ന് തണ്ണിമത്തൻ ജ്യൂസും കുടിച്ച് ഇനി നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞങ്ങൾ പെട്ടെന്നെടുത്ത് ഷൂട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ റോഡ് പണി കാരണം ഭയങ്കര തിരക്കാണ്. ചില സ്ഥലങ്ങളിൽ 2 വണ്ടി പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പോകാൻ. അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ ഈ KSRTCയിലൊരു വണ്ടി പോകുന്ന പോക്കുണ്ടോ, എന്ത് വീഡിയോ വിട്ടാൽ പോകുന്നത്. ഞങ്ങൾ തട്ടില്ല എന്നുള്ളൊരു പോക്കിലാണ് പോയത്. കുഞ്ഞൊക്കെ ഇരിക്കുന്നു ബാക്കിൽ. എന്തൊരു വീഡിയോയിലാണ് വിടുന്നത് ഇവന്മാർ. ഒരു മര്യാദയില്ലാത്തൊരു വീഡിയോയിലാണ് ഓടിച്ചത്. വണ്ടി പോകുന്ന പോക്കുണ്ടോ. ഗായ്സ് നമ്മളങ്ങനെ വീട്ടിലെത്തി. വരുന്ന വഴിക്ക് ഞങ്ങൾ കാപ്പി പിടിച്ചു. പിന്നെ എന്താണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണമായിപ്പോയി, ഉറക്കമായിപ്പോയി. പിന്നെന്താ, ഞാൻ ആ വീഡിയോ ഇട്ടത് KSRTC വന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ച്. ഞങ്ങൾ 2 പേരും പേടിച്ച്. ഒന്നാമത് റോഡ് പണി കിടക്കുന്നു, അതിൻ്റെ കൂടെ ആ
ചില സ്ഥലങ്ങളിൽ ഈ സ്പേസ് കുറവാണ് നമുക്ക് പോകാനായിട്ട്. ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ടേ വണ്ടി അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ചില സ്ഥലത്ത് എത്തുമ്പോൾ ഒറ്റ റൂട്ടിൽ കൂടെ വിടും വണ്ടി. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. നമ്മളങ്ങനെ കുഞ്ഞുണ്ട്, ഞങ്ങൾ 3 പേരുടെ വരുക. ഈ വണ്ടി വരുന്നത് ഞാൻ ഗ്ലാസ്സിൽ കൂടെ നോക്കി കണ്ട്, പക്ഷേ ഞാൻ പ്രതീക്ഷയില്ല അത്ര സ്പീഡാണ്. അടുത്തൂടെ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇടിച്ച് അപ്പുറത്തൊരു കുഴി പോലെ കിടക്കുക. അതിൽ തട്ടി ഞങ്ങൾ 3 താഴെ പോവും. അമ്മാതിരി മുട്ടിയില്ലെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയി. കാരണം അത്ര സ്പീഡിൽ വരുന്ന വണ്ടി നമ്മുടെ നാട്ടിൽ ജസ്റ്റും തട്ടിയാൽ മതി, നമ്മൾ മറിഞ്ഞ് കുഴിയിൽ പോയി. ഞങ്ങൾ 3 പേര് ഒരു മര്യാദയില്ലാത്തൊരു വീടിയിലാവിട്ടെ. എന്തോ ഭാഗ്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൊന്നും തട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം റോഡ് മൊത്തം കുഴിയും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ ഒരു ഇതാണ്. അപ്പം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ബാരിക്കേഡ് എന്തോ വലിയ സംഭവമൊന്നുമല്ല, അല്ലെങ്കിൽ തട്ടിയ വണ്ടിയൊക്കെ പോകും. അതിടിച്ച് താഴോട്ട് കുഴിയാണ്. ഞങ്ങൾ 3 പേരും ആ കുഴിയിൽ പോയത്. എന്തോ ഭാഗ്യം. അതാണ് ഞങ്ങൾ ആ വണ്ടി അന്നേരം, നമ്മൾ ഓൾറെഡി ഷൂട്ടിങ്ങിലല്ല, കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമല്ലേ, എല്ലാം കഴിഞ്ഞു വണ്ടി വിട്ടു വന്നതാണ്. ഭാഗ്യം. ഇതാണ് KSRTCയുടെ ഒട്ടുമിക്ക വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഇതുപോലൊക്കെ തന്നെ കാണിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവസ്ഥ. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റ.